നിങ്ങളുടെ ഒരു ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ ഉമ്മത്ത് സഹിതം പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ഇപ്പം മുറിഞ്ഞു പോയ ഒരു കൈ വളരില്ല. ഇല്ല. പക്ഷെ ഒരു പല്ലിയുടെ പാല് മുറിച്ചിട്ട് ഒറ്റ പല്ലിയും പ്രാർത്ഥിക്കാതെ ആ പാല് വളർന്നു വരും. കാരണം അത് സഹജവും സാധ്യമായ ഒരു കാര്യമായതുകൊണ്ട് പാല് വളരും. നിങ്ങളുടെ ഇത് സഹജവും സാധ്യവുമല്ല. എന്നാൽ നിങ്ങളുടെ കരൾ ഇച്ചിരി മുറിച്ച് മാറ്റിയിട്ട് അത് വളരണമേ എന്ന് നിങ്ങളെ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് വളരും. കാരണം അവിടെയുള്ള നിങ്ങളുടെ കോശങ്ങൾക്ക് ആ ഒരു സ്വഭാവമുണ്ട്. അതായത് എന്താണോ ഇൻഹറൻ്റ് ആയിട്ട് പൊട്ടൻഷ്യലായിട്ട് ഉള്ളത് അത് ഓക്കെയാണ്. അതിന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും സെയിം റിസൾട്ട്. ഒരു ഭാരം കൂടിയ ഈയഗോളവും ഭാരം കുറഞ്ഞ ഈയഗോളവും ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒരുമിച്ച് വീഴും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അത് ചന്ദ്രനിലൊക്കെ കറക്റ്റായിട്ട് അപ്പോളോ 12 അത് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒറ്റക്കിട്ടാലും രണ്ടുകൂടെ കൂട്ടിക്കെട്ടി വിട്ടാലും ഒരേ സമയത്ത് വീഴുള്ളൂ. കാരണം അതിന് സഹജമായി ഒരേ സമയത്ത് വീഴാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്വഭാവം ഉണ്ട്. അതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. വെയിറ്റ് കൂടുതലുണ്ടെങ്കിലും വെയിറ്റ് കൂടുതലില്ലെങ്കിലും അത് രണ്ടുപേരും കൂട്ടിക്കെട്ടി വെച്ചാലും വീഴും എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് നടക്കാൻ ഇടയുള്ള ഒരു സാധ്യത, ഉദാഹരണമായിട്ട് നിങ്ങളൊരു പരീക്ഷ എഴുതുന്നു, നന്നായിട്ട് എഴുതുന്നു, ജയിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു, ജയിക്കുന്നു. അത് ചിലപ്പോ മനസ്സിലായി, ഇപ്പൊ ക്ലിയർ ആയി. അവിടെ നിന്ന് വരുന്ന ഒരു ഉത്തരം കൊണ്ടൊന്നും അല്ല നിങ്ങൾ ജയിക്കുന്നത്, അത് സഹജമായിട്ട് നിങ്ങൾ ജയിച്ചു എന്നുള്ളതാണ് സാറ് പറയുന്നത്. വർക്ക് ചെയ്തു, നിങ്ങൾ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചു, നിങ്ങൾ അറ്റൻഡ് ചെയ്തു, നിങ്ങളെല്ലാം ചെയ്തു, നിങ്ങൾ അതിനകത്ത് വൃത്തിയോടൊന്നും മറിച്ചു വെച്ചില്ല, സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ ജയിക്കാൻ വേണ്ടത് അതെല്ലാം നിങ്ങൾ ചെയ്തു.